കൗണ്ടിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഫോക്സ്വാഗൻ്റെ പോളോ ആണ്. അപ്പോൾ സാധാ പോളോ അല്ല നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. വളരെയധികം വ്യത്യാസങ്ങളുള്ള പോളോ ആണ്. ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ഇതിനകത്ത് ഒരുപാട് രൂപരേഖകളിലൊക്കെ വ്യത്യാസം കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഫസ്റ്റ് നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ അലോയ്സാണ്. അലോയ്സ് നോക്കാം, ഇത് ഒട്ടും പുറത്തേക്ക് ബൾജ് നിൽക്കുന്ന ടൈപ്പല്ല, വിത്തിൻ ബോഡി ലിമിറ്റിൽ നിൽക്കുന്ന അലോയ്സാണ്. പിന്നെ ഗോൾഡൻ കളറാണ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എടുത്ത് പറയേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മോഡലും കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കാകുമ്പോൾ നമ്മൾ പോളോയിൽ സാധാരണ രീതിയിൽ കാണാത്ത സംഭവം ഇതിനകത്തുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റിയറിൽ അലോയ്സിൻ്റെ ഉള്ളിൽ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ഡിസ്ക് ബ്രേക്ക് എക്സ്ട്രാ ആഡ് ചെയ്ത് കയറ്റിയിട്ടുണ്ട്. അത് കാലിപ്പറൊക്കെ യെല്ലോ ചെയ്ത് നല്ല ഭംഗിയാക്കി ഇതിനിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അത് മെയിനായിട്ട് നമ്മൾ അട്രാക്ഷൻ നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലേക്ക് വരാം. വണ്ടി 2019 ഇതിൻ്റെ മോഡൽ വന്നേക്കണം. 20 രജിസ്ട്രേഷൻ നിൽക്കുന്ന വണ്ടിയാണ്. ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ഇപ്പോൾ നിലവിൽ വാലിഡാണ്. കിലോമീറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ 62,000 കിലോമീറ്റർ മാത്രമേ ഈ വണ്ടി ഇപ്പം നിലവിൽ ഓടിയിട്ടുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇൻട്രോയിൽ നമുക്ക് പറയാനുള്ളത്. നമുക്ക് വാഹനത്തിൻ്റെ ഫുള്ള് വ്യൂയിലേക്ക് ഒന്ന് പോയേക്കാം. വണ്ടി നല്ല നീറ്റായിട്ട് ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ്. പിന്നെ ഫ്രണ്ടൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് ലോവർ ലിപ്പും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വണ്ടിയിലുണ്ട്. ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സൊക്കെ ഒന്ന് കാണാം. വാഹനം ഫുള്ള് കണ്ടുവരാം. അതിന് ശേഷം നമുക്ക് ഈ വാഹനത്തിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു പോളോ GT TSI ആണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ 2019 ഇതിൻ്റെ മോഡൽ വന്നേക്കണേ. 2020 രജിസ്ട്രേഷൻ നിൽക്കുന്ന വണ്ടിയാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ വണ്ടി നല്ല ബ്ലൂ കളറിൽ നല്ല ഇമ്പ്രസീവായിട്ട് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ എടുത്ത് പറയേണ്ട കാര്യം ഉണ്ടെങ്കിൽ സൈഡ് പ്രൊഫൈലും ആ ഒരു അലോയ്സൊക്കെയാണ്. അപ്പോൾ അലോയ്സ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലായിട്ടുണ്ടാവും. ഇതിൻ്റെ റിയറിലെ ഈ ഒരു ടയർ നോക്കിയാൽ സാധാരണ പോളോയിൽ നമ്മൾ റിയറിൽ ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളൊന്നും കാണാറില്ല അല്ലേ. അതൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ ഹൈലൈറ്റ്. ബാക്കിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയും നമുക്ക് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണാം. അത് ഞാൻ വിശദമായിട്ട് തന്നെ കാണിച്ചു തരാം എന്തൊക്കെയാണ് ചെയ്തേക്കണേന്ന്. നമുക്ക് ഫസ്റ്റ് ജസ്റ്റ് ഒരു ലുക്ക് അറൗണ്ട് വീഡിയോയിലേക്ക് പോയേക്കാം. കേട്ടോ, വണ്ടി നല്ല നീറ്റ് പീസ് വണ്ടിയാണ്. ഒരു രക്ഷയില്ലാത്ത വണ്ടി കേട്ടോ. അതേപോലെ നമുക്ക് ഫ്രണ്ട് പോർഷനിലേക്ക് വരാം. ഇപ്പോൾ ഞാൻ വാഹനത്തിൻ്റെ ഫ്രണ്ട് പോർഷൻ നിൽക്കുന്നത് ടോപ്പ് വ്യൂയിലേക്ക് പോയേക്കാം. നല്ല ക്വാളിറ്റി നിൽക്കുന്ന ടോപ്പ് വ്യൂ നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ നമുക്കിനി വീലാർസിലേക്കും എയർ കണ്ടീഷനിലേക്ക് നോക്കാം. വീലാർസ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന വീലാർസ് കാണാൻ പറ്റും. നല്ല ഗ്രിപ്പ് ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ് ശ്രദ്ധിക്കാം, നല്ല ക്ലീൻ പീസ് അലോയാണ്. ഫ്രണ്ട് പോർഷനിലേക്ക് വരാം. ഇവിടെ മോണ്ടൊക്കെ നീറ്റായിട്ടിരിക്കുന്നു. പൊട്ടിക്ക് ചെറിയ സ്ക്രാച്ചസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതൊന്നും വലിയ സംഭവമായിട്ടൊന്നും പറയാനില്ല. ഇവിടെ വിൻഷീൽഡ് നോക്കാം, നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന വിൻഷീൽഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ ലൈറ്റ് നോക്കാം, നല്ല നീറ്റായിട്ടിരിക്കുന്നു. ഹണികോം ഗ്രില്ല് നമുക്കിവിടെ വരുന്നുണ്ട്. GTയുടെ ബാഡ്ജ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലോവർ പോർഷനിലേക്ക് വേണമെങ്കിൽ ഇവിടെ ലോവർ ലിപ്പ് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സാധാരണ പോളോയിൽ കാണാത്തൊരു സംഭവമാണത്. എക്സ്ട്രാ ആയിട്ട് ലിപ്പ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സൈഡ് പോർഷനിലേക്ക് വരാം. ഇവിടുത്തെ വീലാർസ് നോക്കാം, നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. നമുക്ക് സൈഡ് പോർഷനിലേക്ക് വരാം. ഈ 2 ഡോറ് നോക്കാം. 2 ഡോറും നല്ല നീറ്റായിരിക്കും ഡോർസ് കാണാൻ പറ്റും. ഇവിടുത്തെ വീലാർസ് വരാം. ഈ വീലാർസും നീറ്റായിട്ടിരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. ബാക്കിലേക്ക് വരാം. ഇവിടെ റിയറിൽ നമുക്ക് റീഫോക്കസ് വരുന്നുണ്ട്. റിയർ വൈപ്പർ വരുന്നുണ്ട്. ലോഗോ നമുക്കിവിടെ കാണാൻ പറ്റും. ലിഡായാലും നല്ല നീറ്റായിരിക്കുന്ന ലിഡ് നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ബമ്പേഴ്സിലേക്ക് വരാം. ബമ്പേഴ്സ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു ബമ്പേഴ്സും ഇവിടെയും ബമ്പേഴ്സും ലോവർ ലിപ്പും നമുക്കിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ വീലാർസിലേക്ക് പോകാം. ഈ വീലാർസും ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സ് ഒക്കെ അലോയ്സും നമുക്കവിടെ ശ്രദ്ധിക്കാം. 2 ഡോറും നോക്കാം. 2 ഡോറും ഒരു നീറ്റായിരിക്കും ഡോർസ് കാണാൻ പറ്റും. ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സും പരിചയപ്പെടാം. ഇവിടെ ഡോർ പാഡ്സും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. ബാക്കിയുള്ള കൺട്രോൾസൊക്കെ കിട്ടുന്നുണ്ട്. ഇൻറ്റീരിയേഴ്സ് നോക്കാം. GT TSIയുടെ ഈ 2019 എഡീഷൻ്റെ ഇൻറ്റീരിയേഴ്സ് നമുക്കറിയാവുന്നതാണ്. പക്ക കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. അതേപോലെ ഇവിടെയും നോക്കാം, നീറ്റായിട്ടിരിക്കുന്ന ഡാഷ് ബോർഡ്സ്, ബാക്കിയുള്ള കൺട്രോൾസൊക്കെ വരുന്നുണ്ട്. ഞാൻ കാർബൺ ഫൈബറിൻ്റെ ഒരു ഇൻസേർട്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായി. അത് നമുക്ക് ഒടിനീളം കാണാൻ പറ്റും. ഇപ്പോൾ ഗിയർ നോബിൽ കിട്ടുന്നുണ്ട്. നമുക്ക് മിറേഴ്സിൽ ഇവിടെ മിറേഴ്സ് ഉണ്ടായിരുന്നു അല്ലോ. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എക്സ്ട്രാ മൈന്യൂട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ സ്റ്റിയറിംഗ് നോക്കാം. ബാക്കിയുള്ള കൺട്രോൾസ് കിട്ടുന്നുണ്ട്. 62,000 കിലോമീറ്റേഴ്സ് വണ്ടി ഓടിയേക്കണം. എയർ ബാഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. ഇവിടെ സീറ്റ്സ് നോക്കാം. റിയറിലെ സീറ്റ്സ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. റൂഫൊക്കെ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ട് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന പോളോ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആംബ്രസ്റ്റൊക്കെ എക്സ്ട്രാ കൂടെ വരുന്നുണ്ട്. അതെനിക്ക് വേണം സ്റ്റോക്ക് വരുന്നതാണോ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കാം. കാരണം അതിന് കുറച്ച് ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതുള്ളൂ. നമുക്ക് ഡോറിന് ഓപ്പൺ ചെയ്യാം. ഇവിടെയും നമുക്ക് ഡോർ പാഡ്സ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്നുണ്ട്. സീറ്റ്സ് നോക്കാം. സീറ്റ്സ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് കിട്ടുന്നുണ്ട്. റിയറിൽ നമുക്ക് ന്യായമായിട്ടുള്ള ലെഗ് റൂം കിട്ടുന്നുണ്ട്. AC വെൻറ്റ് വരുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. കേട്ടോ, നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു ഇൻറ്റീരിയർ പോർഷനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി ഈ ലിഡൊന്ന് ഓപ്പൺ ചെയ്യാം. ലിഡൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ എന്താണ് അവസ്ഥ നോക്കാം.
അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പോളോ GT-TSIയുടെ എഞ്ചിൻ റൂം. അപ്പോൾ നമ്മൾ എടുത്തു വേണ്ട കാഴ്ച ഉണ്ടെങ്കിൽ ഇവിടെ ബോണറ്റ് ശ്രദ്ധിക്കുക. ഇത് ഹൈഡ്രോളിക്കാണ്. ഇവിടെ ഹൈഡ്രോളിക്കാണ്, നമ്മൾ സപ്പോർട്ടും കാര്യങ്ങളുടെ ആവശ്യമില്ല. അതേപോലെ തന്നെ ഫിൽറ്ററൊക്കെ ക്യാനിൻ്റെ വെച്ചാണ്. അതേപോലെ തന്നെ ബാറ്ററിയൊക്കെ നോക്കാം, പവർഫുൾ ബാറ്ററി തന്നെ ഇരിക്കുന്നു. എഞ്ചിനൊക്കെ നോക്കാം, നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു എഞ്ചിൻ നമുക്കിവിടെ കാണാൻ പറ്റും. നീറ്റായിട്ടിരിക്കുന്ന ഒരു എഞ്ചിൻ പോർഷനാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ എഡ്ജസ് നോക്കാം. എഡ്ജസ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു എഡ്ജസും കൂടി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ നോക്കാം. അതേപോലെ ലിഡിലേക്ക് വരാം. ലിഡായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഒരു ലിഡ് നമുക്ക് ഈ വാഹനം തരുന്നുണ്ട്. അല്ല, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് നമുക്കിവിടെ കാണിക്കാനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ടിലേക്കൊന്ന് നോക്കാം. ബൂട്ടിലെന്താണ് അവസ്ഥ ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം. ലിഡ് നപ്പിയാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് പാർസൽ ട്രേ. നല്ല നീറ്റായിട്ടിരിക്കുന്ന പാർസൽ ട്രേ ഇടുന്നുണ്ട്. ബൂട്ടൊക്കെ നോക്കാം. ബൂട്ടായാലും നീറ്റായിട്ട് നിൽക്കുന്നു. ടയേഴ്സിൻ്റെ അവസ്ഥ എന്താണെന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം. ജസ്റ്റ് പ്ലാറ്റ്ഫോം ഒന്ന് അപ്പ് ചെയ്യാം. പ്ലാറ്റ്ഫോം അപ്പ് ചെയ്യാനുള്ള ഓക്കെ. ടയേഴ്സൊക്കെ നല്ല ഗ്രിപ്പും ടയേഴ്സാണ് വരുന്ന. ടൂൾസ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ടൂൾസും ഫുൾ കിറ്റ് അവൈലബിൾ ആണ്. ലിഡ് നോക്കാം. ലിഡായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു ലിഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടെയും ലിഡ് നോക്കാം. ലിഡും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഒരു ലിഡ് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് കാണിക്കാനുള്ളത്. നമുക്ക് വാഹനത്തിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ തന്നെ വണ്ടി 19 മോഡലാണ്, 20 രജിസ്ട്രേഷൻ നിങ്ങളുടെ വണ്ടിയാണ്, സെക്കൻഡ് ഓണർഷിപ്പ് നിങ്ങളുടെ വണ്ടിയാണ്, 62,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എക്സ്ട്രാ ആയിട്ട് ചെയ്തേക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് ഞാൻ ഓൾറെഡി ഫസ്റ്റ് ഇൻട്രോയിൽ തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ റേറ്റിലേക്ക് പോയേക്കാം. റേറ്റിലേക്ക് പോകാൻ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തുണ്ട്. ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായ അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു പോളോ GT-TSI നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ 19 ഇതിൻ്റെ മോഡൽ വന്നേക്കണം, 20 രജിസ്ട്രേഷൻ നിൽക്കുന്ന വണ്ടിയാണ്, 62,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എക്സ്ട്രാ ആയിട്ട് ചെയ്തേക്കുന്ന സംഭവങ്ങളൊക്കെ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. അത് കാണാത്തവർ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചെല്ലാം വിശദമായിട്ട് കണ്ടേക്കാം. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസിലേക്കാണ് പോകുന്നത്. ഈ വാഹനം ഇപ്പോൾ നിലവിൽ പോളോ GT-TSIയുടെ 2019 മോഡൽ 20 രജിസ്ട്രേഷൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 11.4 ലക്ഷം രൂപയാണ്. 11.25 lakhs. അത് നെഗോഷ്യബിൾ പ്രൈസാണ്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് വിളിക്കാം, കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു വാഹനം മിസ് ചെയ്യേണ്ടതെന്ന് എൻ്റെ അഭിപ്രായം. കാരണം നല്ല ഭംഗിയിൽ നിൽക്കുന്ന പോളാണ്, നല്ല ഒരു ലക്ഷണത്തൊരു പോളം എന്നൊക്കെ പറയുക, അങ്ങനത്തെ ലുക്കിൽ നിൽക്കുന്ന ഒരു പോളാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.